സഹോദരനെ ഞാൻ പരിചയപ്പെടുത്താം. പേര് അൽത്താഫ് എന്നാണ്. വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുനിന്നാണ്. ഇവിടുന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ പറഞ്ഞു, എന്ത് വിദ്യാഭ്യാസം പറഞ്ഞു? എന്തൊരു ബിരുദം പോലും ഇല്ലാന്നാണ്. ഇവർക്കെന്തോ അതൊന്നും പറ്റിയാണ്. ഞാൻ ആക്ച്വലി ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ MBA കഴിഞ്ഞിറങ്ങിയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് MBAയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ 7 വർഷമായിട്ട് ബിസിനസ്സിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. കണ്ടതൊന്നുമില്ലേ? കല്യാണം കഴിച്ചിട്ട് 3 കുട്ടികളുണ്ട്. 25 വയസ്സായ ഒരു മോനുണ്ട്. എനിക്ക് ഞാൻ അന്നേരം കണക്കൂട്ടിയപ്പോ 26 വയസ്സായിട്ടുള്ളൂ. അത് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണുമാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം. പക്ഷെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അത് കടന്നു വരുന്ന സമയത്ത് ഒരു 7 വർഷം മുന്നേ ഭയങ്കര പ്രയാസം ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. ഇന്നൊരു പക്ഷേ ഒരു വ്യക്തി ബിസിനസ്സിനകത്ത് ജീവിതത്തിനകത്ത് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാവും. അതാണ് ആക്ച്വലി ഇന്ന് എൻ്റെ ലൈഫിനകത്ത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പക്ഷേ 8 വർഷം 7 വർഷം മുന്നേ ബിസിനസ്സിനകത്ത് കടന്നു വരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പല ആഗ്രഹങ്ങളും ആക്ച്വലി നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മണ്ണിട്ട് കൂടും അല്ലേ? അങ്ങനെ തന്നെയാണോ? ശരിയാണോ? എപ്പോഴാണ് മണ്ണിട്ട് കൂടുക? ഇത് ഏറ്റവും കൂടുതൽ സ്വപ്നം ഉണ്ടായാലും എപ്പോഴാണ്? റെസ്പോണ്ട് ചെയ്യട്ടോ. ഞാൻ വളരെ കുറച്ചു നേരം സംസാരിക്കുന്നു. എപ്പോഴാണ് സ്വപ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക? നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളോട് ചോദിച്ചു, ടീച്ചേഴ്സ് ചോദിക്കും, എന്ത് ചോദിക്കും? നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ? ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, അല്ലെ, അഡ്വക്കേറ്റ് ആണോ, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലെ. അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നു വന്നാലോ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് എന്താ പറയാ? നിങ്ങള് ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, പുതിയാപ്പിളനോട് ചോദിക്കുക നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? പുതിയാപ്പിളാര് അന്റെ മതിയൊക്കെ നോക്കി കൊണ്ടുനടക്കാൻ പറ്റിയാ മതി അല്ലേ? യാഥാർത്ഥ്യമാണ്. എനിക്കറിയാം, എന്റെ അവസ്ഥ എനിക്കറിയാം. അത് യഥാർത്ഥമാണ്. താനെന്താ വെച്ചാല് ഇവരെ കൊണ്ടെടുക്കാൻ നല്ല ശരി കൊടുക്കുന്നതല്ല. കാരണം അത് നല്ലൊരു പ്രയാസമുള്ള ഒരു സാധനമാണ്. കാരണം ജീവിതത്തിനകത്ത് ഇവരെ സംതൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ ദുനിയാവിൽ സ്വർഗം കിട്ടും. ഉറപ്പാ. നമ്മൾ ആണുങ്ങളെ തൃപ്തി പെണ്ണുങ്ങൾക്കും പറ്റിയ പെണ്ണുങ്ങളാണ്. ആണുങ്ങൾക്ക് തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാന്റെ മുന്നിൽ വേറെ സ്വർഗം പറഞ്ഞില്ല. അപ്പൊ അത് തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് മനസ്സിലായ സംഭവം എന്താ വെച്ചാല്, പൈസ ഇല്ല ഞാൻ എന്താവൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോകുമ്പോ പുറമെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരിക്കലും ആവില്ല. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ ലൈഫിനകത്ത് ഇത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. 2 ജീവിതം ഉണ്ട് നമ്മുടെ ലൈഫിനകത്ത്. എന്താണ് 2 ജീവിതം? ഒന്ന് സാമ്പത്തികം ഇല്ലാത്തൊരു ലൈഫും ഉണ്ട്, പിന്നെ സാമ്പത്തികം ഉള്ള ഒരു ലൈഫും ഉണ്ട്. അപ്പൊ സാമ്പത്തികം ഇല്ലാത്തൊരു ലൈഫിനകത്ത് നിന്ന് ശരിക്കും ഒരു വ്യക്തിക്ക് മനസ്സിലാവും എന്താണ് സാമ്പത്തികം ഇല്ലാത്ത പ്രയാസം. ഓൾറെഡി സാമ്പത്തികം വന്നു കഴിഞ്ഞാലും അറിയാൻ പറ്റും എന്താണ് സാമ്പത്തികം ഉണ്ടായിട്ടുള്ള ലൈഫ് അല്ലെ. ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആ 2 ലൈഫും എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഒരു ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യത്തിനകത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഭൂമിയിൽ എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ആവശ്യമില്ല. ആത്മാർത്ഥമായിട്ട്. കാരണം ഞാൻ 2018 ബിസിനസ് ഓപ്പർച്യൂണിറ്റിനകത്ത് ഞാൻ വരുന്നത്. എന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനകത്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്, എന്നെ ബിസിനസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യക്തിയും എന്നെ ഈ ബിസിനസ് അവസരം ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞത് എന്നെ സംസുദ്ദീൻ യൂനിസാറാണ്, ഇന്നത്തെ നാഷണൽ ടീം കോർഡിനേറ്റർ. എന്നതിന്റെ ശേഷം എന്നെ ബിസിനസിനകത്ത് ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത വ്യക്തിയാണ് ഇവിടുന്ന് നേരത്തെ ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തി റഫീഖ് സാർ. നല്ലൊരു ഗൈഡ് റഫീഖ് സാർ. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണുന്ന ഒരു പക്ഷേ പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്നെ ബിസിനസിനകത്ത് കൊണ്ടുവരാൻ പുള്ളി ഒരു 40 കോൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചുരുക്കി ഒരു ദിവസം 40 കോൾ ചെയ്തിട്ടും ഞാൻ പുള്ളിനെ കോൾ എടുത്തിട്ടില്ല. അത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് ബിസിനസിനകത്ത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു പുള്ളിന്റെ കോൾ എടുക്കാറ്. 2018 ഈ ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് പുള്ളിനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ പുള്ളി ഒരു മീറ്റിംഗിന് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിനോട് പറഞ്ഞ എത്ര മാത്രമേ ഉള്ളൂ, മീറ്റിംഗ് ഒന്നും വേണ്ട, ഞാൻ മീറ്റിങ്ങിനകത്തൊന്നും വരില്ല എന്നുള്ളത് പുഷ്പ ബിസിനസ് ഒന്നും താല്പര്യം ഇല്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷെ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ബ്രഹ്മരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 2018 2018 തന്നെ തോന്നുന്നില്ല അല്ലെ. 2018 ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പുള്ളിനെ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 40ഓളം കോൾ പുള്ളി എന്ത് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഫോൺ എടുത്തില്ല. തിങ്കളാഴ്ച മുന്നും പുള്ളി മോർണിംഗിനകത്ത് എന്നെ വിളിച്ചു. ഞാൻ തിങ്കളാഴ്ച തന്നെ ഞാൻ ഫോൺ എടുത്തു. ആ ഫോൺ എടുത്തതാണ് ഇന്ന് ഞങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. കാരണം തിങ്കളാഴ്ച തന്നെ ഞാൻ ഫോൺ എടുത്ത സമയത്ത് പുള്ളിനോട് പറഞ്ഞു ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്.
നമ്മളിതുകൊണ്ട് ഒരു പരിപാടി തീർന്നില്ല. അപ്പോഴാണ് പറഞ്ഞത് ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് കളവ് വരാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിനോട് തന്നെ കൂടെ ചൊവ്വാഴ്ച ചെയ്യാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാണ്. ഞാൻ ചൊവ്വാഴ്ച അന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്താലും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ബിസിനസ് ഇന്ത്യയിൽ തികച്ചു വളരും. ലൈഫിനകത്ത് ഒരുപാട് ആളുകളുടെ ലൈഫിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ട് വൈ നോട്ട്, എന്തുകൊണ്ട് എൻ്റെ ലൈഫിനകത്ത് ഒരു മാറ്റം ഉണ്ടാക്കി കൂടാന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തോന്നി. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, റഫീഖ് സാറിന് എൻ്റെ തുണി പൊന്തിച്ച്, തുണി 1000 ഉണ്ടാവും, 1000 നോട്ടിലൊരു 5000 രൂപ, ഒരു 6000 രൂപ ഉണ്ടായി. അതിനൊരു 5100 രൂപ എടുത്തിട്ട് ഞാൻ പുള്ളിൻ്റെ കൈ കൊടുത്തിട്ട് പുള്ളിനോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാമെന്നുള്ളത് പറഞ്ഞു. അന്ന് ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്തു. ബിസിനസ്സിനകത്ത് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. കാരണം എന്തായാലും കുഴപ്പമില്ല, ഒന്ന് നോക്കാന്നുള്ള ഒരു തീരുമാനമായിരുന്നു. പുള്ളി ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ്ടും പുള്ളി ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനും തീരുമാനിച്ചു എന്തായാലും നോക്കണം എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. വളാഞ്ചേരി പോയിട്ട് ഞാനൊരു പ്രോഗ്രാം പങ്കെടുത്തു. വളാഞ്ചേരി പോയിട്ട് ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഓൾറെഡി ചെയ്യുന്നത് എൻ്റെ ഒരു ഡൗൺലൈനാണ്. ഞാൻ ബിസിനസ്സിനകത്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ മുന്നേ തന്നെ എന്റെ താഴത്ത് എൻ്റെ ഒരു ഡൗൺലൈൻ ഒരു വ്യക്തി സ്പോൺസർ ചെയ്തിട്ട് ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ചെയ്യാൻ തീരുമാനമെടുത്തു. ഞാൻ അറിയില്ല, ഞാൻ വർഷങ്ങളായിട്ട് പുള്ളിനായിട്ട് കണക്ഷൻ ഉള്ള, പക്ഷെ പുള്ളി ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഒരു മീറ്റിംഗ് വളാഞ്ചേരി വെച്ച് ചെയ്യുന്ന ആ മീറ്റിംഗ് പങ്കെടുക്കാനാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ ആക്ച്വലി ഞാൻ ആ മീറ്റിംഗ് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എന്റെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കൺഫ്യൂഷൻ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ബിസിനസ് ചെയ്യാൻ ഒരിക്കലും എനിക്ക് വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിനകത്ത് 8 ബിസിനസ് ചെയ്തതാണ്. നേരത്തെ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞു 8ഓളം ബിസിനസ് ചെയ്തിട്ട് 8 ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ നിൽക്കണമെന്ന് നോക്കണേ ഭയങ്കര സംഭവമാണ്. 8 ബിസിനസ് ചെയ്തിട്ട് 8 നേരെ കൂട്ടിയിട്ടുള്ള മനുഷ്യൻ. കാരണം ഒരു ബിസിനസ്സിനകത്ത് രക്ഷപ്പെടാൻ എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മള് ബിസിനസ് തുടങ്ങൽ എപ്പോഴാണ് തുടങ്ങാം? ആകെ കുടിക്കാം നിങ്ങള്. നമ്മള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മള് കുടുംബത്തിന് ഭാരാപ്പം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, പൈസനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഇവരൊക്കെ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടാണ്. ഞാൻ ആക്ച്വലി എനിക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെരയിലാണെങ്കിൽ ആകെ എനിക്ക് എന്റെ വാപ്പാക്കും നമുക്ക് മൊത്തത്തിലുള്ള 3 ആൾക്കുള്ള 15 സെന്റ് സ്ഥലം ഒരു വീടാണ്. അതിൽ കൂടുതൽ സ്ഥലമൊന്നുമില്ല, വിൽക്കാനോ ഒരു സാധനം നമ്മളെ കയ്യിനകത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, പെണ്ണിട്ടണം. എല്ലാം എന്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം പെണ്ണിട്ടിയാൽ എന്തായാലും അന്നത്തെ ആ കാലത്ത് ഒരു 10-45 രൂപ സ്വർണ്ണം കയറ്റി പെണ്ണുകൾ വരുന്നു. എന്തായാലും അങ്ങനെ കഴിയാൻ ആ 45 രൂപ സ്വർണ്ണം ഞാനിങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അത് കമ്മത്തടക്കാൻ തീരുമാനിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊണ്ടുവന്ന സ്വർണം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്, ലോക്കറ്റ് അയച്ചിട്ട് ഞാൻ പെണ്ണുങ്ങളെ കൈ കൊടുക്കുന്നു. അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ ഞാൻ എവിടെ നടത്തിയ ഒരു മീറ്റിംഗിന്റെ വീഡിയോ പെണ്ണുങ്ങൾ വിട്ടുകൊടുത്തു. ഇവിടുന്ന് ആരും വിട്ടുകൊടുത്താണ്. പെണ്ണുങ്ങൾ നിങ്ങളെല്ലാ സ്റ്റേജിലും കയറിയിട്ടും പറയും ലോക്കറ്റ് എടുത്തേച്ച് ഏത് കൊടുക്കാനാ ലോക്കറ്റ് എടുത്തേച്ച് ലോക്കറ്റ് അടക്കി വിറ്റിക്കണേ. ലോക്കറ്റ് വെച്ചിട്ടില്ല. അപ്പോഴെനിക്ക് മനസ്സിലാണ് ലോക്കറ്റ് അടക്കം വിറ്റിക്കണത്. അപ്പൊ ഈ ലോക്കറ്റ് അടക്കി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 1-1.5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് വിറ്റ് മുടിപ്പിച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ആഗ്രഹം എന്താണ്, ബിസിനസ് ചെയ്യാനാ. അപ്പൊ കൈയുള്ളതൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ നമ്മൾ എവിടുക്കാൻ നോക്കുക, പിന്നെ പെരന്റെ ആധാരം ഇല്ലേ, സാധനം അവിടെ വെറുതെ കിടക്കുക. ഞാൻ അപ്പനോട് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് എന്ത് കാര്യം വെച്ചു, ഇത് നല്ലൊരു അമ്മമാരെ കൊണ്ടുപോയിക്കുക. ഞാൻ കൊണ്ടുപോയിട്ട് ഇടിമൊഴിക്കൽ എന്ന് പറഞ്ഞ ബാങ്ക് കൊണ്ടുപോയിട്ട് അത് കൊണ്ടുപോയി പണം വെച്ചിട്ട് ഞാനൊരു 5-6 ലക്ഷം രൂപ ഒന്നും ലോൺ എടുത്തിട്ട് ഞാൻ അതൊരു ബിസിനസ് ചെയ്തു. അതും 8 നില കൂട്ടി. അത് കൂട്ടിയപ്പോൾ ഏകദേശം തീരുമാനമായി. അപ്പൊ ഇത് വീട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പരക്കം വായിക്കാം. അപ്പോഴാണ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എന്നെ അന്ന് സഹായിച്ച ഒരു പെണ്ണുണ്ട്. നിങ്ങൾ തെറ്റൊന്നും കേൾക്കണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത അമ്മിണി നല്ലൊരു പെണ്ണുണ്ട്. ഓൾ 5ത്തിന് കെട്ടിക്കാൻ വെച്ച സ്വർണ്ണം ഉണ്ടായി 14 പവൻ സ്വർണ്ണം. അതുവരെ ഞാൻ എടുത്തുകൊണ്ടേറ്റ് എന്ത് ചെയ്തു, അല്ല എന്റെ വീട്ടിലൊക്കെ തീർന്നിക്കണ്, മൂത്തച്ഛന്റെ വീട്ടിലൊക്കെ തീർന്നിട്ട് അന്യത്തിൽ എല്ലാവർക്കും എടുത്ത് വിറ്റിക്കണം. പിന്നെ ഇങ്ങനെ പേരെ 1 മാസം സ്വർണ്ണം കിട്ടില്ല. ഓൾ ആദ്യം തന്നെ തരുമ്പോ പറഞ്ഞിട്ടുണ്ട്, ഇത് ഉമ്മനോട് പറഞ്ഞാൽ ഈ സ്വർണ്ണം എടുക്കാൻ തരൂല്ലോ. അത് ഉമ്മനോട് പറയണ്ടെന്നാണ്. ഉമ്മനോട് പറയാതെ ആ പെണ്ണ് എന്നെ സഹായിച്ചു. പക്ഷെ അതോടുകൂടി നല്ല സഹായമായിരുന്നു. ഇത് ചുരുക്കി കഴിഞ്ഞപ്പോ അത് അവളെ വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പരിപാടി, പിന്നെ ഒരു പരിപാടി ഇല്ല. പിന്നത്തെ മൊത്തം കലാപ്സ. കാരണം എന്താ വെച്ചാൽ വീട്ടിന്റെ ജപ്തിക്ക് നോട്ടീസ് വന്നു, ആകെ പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് ആ ഒരൊറ്റ തീരുമാനം എടുക്കാറ്. എനിക്ക് 15 സെന്റ് സ്ഥലം മൊത്തത്തിലുണ്ട്, 3 മക്കളാണ്, 5 സെന്റ് സ്ഥലം തീരുതരാം, എന്റെ പേർക്ക് തരാം, എന്താ ചെയ്തു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, 5 സെന്റ് സ്ഥലവും ഞാൻ 5 സെന്റ് സ്ഥലം വിറ്റ്
ആദ്യം ഇവിടെ 10-14 മാസം സ്വർണം ചെയ്ത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുത്തു. ബാക്കിയുള്ള ബാങ്കിൽ നിന്ന് പൈസ തീർത്തതിന് ശേഷം പിന്നെ ഒരു 25,000 രൂപ 22,000 രൂപ കയ്യിലുണ്ട്. അത് ഞാൻ ബാപ്പൻ്റെ കൈ കൊടുത്തു, സന്തോഷത്തോടുകൂടി കൈ കൊടുത്ത് ഞാനൊരു സമാധാനത്തിൽ ഇങ്ങനെ ഇന്നൊന്നും ഉറങ്ങാമെന്നുള്ള രൂപ. അപ്പോൾ ഒരു 8:30 ആകുന്ന സമയത്തുണ്ട് ഏട്ടനും അഞ്ചനും പാടെ അങ്ങനെ വീട്ടിന് ഞാനൊക്കെ ഏതായാലും ബാങ്കിലെ ലോണൊക്കെ തീർന്നപ്പോൾ പേരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മാക്കാനാവും. അഞ്ചനും ഒക്കെ ഏട്ടനും കൂടി വന്നിട്ട് പറഞ്ഞു, എനിക്കുള്ള ഓരിയൊക്കെ തീർന്നിട്ട് ഇവിടെ ഇനിയിപ്പോൾ ഈ പേരിൽ 10 സെന്റ് സ്ഥലമുള്ളത് അത് നമുക്ക് രണ്ടാൾക്കുള്ളതാ. ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതും ഇനി എന്ത് ചെയ്യും, ബാങ്ക് കൊണ്ടുപോയി വെക്കും. എനിക്ക് ഒരു മടിയില്ലാത്തവനാക്കി. അതുകൊണ്ട് ഇനി പോണത് എൻ്റെ മുതലല്ല, നമ്മളെ മുതലാ. ഈ വാപ്പാനെ ഇനിയും പറ്റിക്കും. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും, തൽക്കാലം ഇവിടുന്ന് മാറിക്കിടന്ന. എനിക്ക് 3 മക്കളായി അതിൻ്റെ ഇടയിൽ കേട്ടോ. അതിൻ്റെ ഇടയിൽ നടന്നൊരു സാധനമായിരുന്നു. അപ്പോൾ ആ ഒരു 3 മക്കളെ കൈ പിടിച്ച് ഞാൻ എന്ത് ചെയ്തു, വാടക കോട്ടേഴ്സിനാണ് ഞാൻ പറയുന്നത്. വാടക കോട്ടേഴ്സിൽ 3 മക്കളായിട്ടായിരുന്നു. പക്ഷെ ആ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ മനസ്സിൽ കുറെ പ്രയാസങ്ങളുണ്ടായി. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? ഒരു കണ്ടുപിടി നമ്മൾ നടത്തിയിട്ടില്ല, ഒരു പെണ്ണിടിക്കാൻ നമ്മൾ പോയിട്ടില്ല. ആകന്ന് സമാധാനത്തിന് അതുണ്ട് കഴിഞ്ഞിട്ടന്ന് ഉണ്ടാവുന്നില്ല. അത് വന്ന് ഈ ബിസിനസ്സിനകത്ത് വന്നതിന് ശേഷം റഫീഖ് സാറെ പോലത്തെ ആൾക്കാർക്ക് കൈ കൊടുക്കുമ്പോൾ ഓരോന്ന് മണക്കും. അങ്ങനെ നിർത്തിയാൽ ഞാൻ എന്റെ പെണ്ണുങ്ങൾ ആരോടൊന്നും പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. പക്ഷെ മൈലേഷ്യ ബിസിനസ്സിനകത്ത് വന്നിട്ട് കാരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിഗരറ്റ് വെച്ചാൽ സ്മെൽ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഒരു മോശമായിട്ടുള്ള ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്ത് പന്ന് നിർത്തിയാൽ ഞാനാണ് പരിപാടി. അതിന് നമ്മൾ മൈലേഷ്യയിൽ എന്താണ് സല്യൂട്ട് ചെയ്യുന്നത്. ആ രീതിനകത്ത് ഒരു പ്രയാസം പ്രതിസന്ധിയിലാണ് ഞാൻ എൻ്റെ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോണത്. ഇറങ്ങിപ്പോണ സമയത്ത് എൻ്റെ ഉമ്മനോട് ചോദിച്ചൊരു ചോദ്യം, അതാണ് എൻ്റെ ലൈഫിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. എന്നെ പറഞ്ഞയക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിവൃത്തികേട് കൊണ്ടാണ്. പോകല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ ഞാൻ എൻ്റെ ഉമ്മനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനൊരു ദിവസം തിരിച്ചു വരുന്നുണ്ട്. ഞാൻ ഒരു ദിവസം തിരിച്ചു വരും, ഈ കടങ്ങളൊക്കെ വീർത്തിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ മോനായിട്ട് എന്താ തിരിച്ചു വരും പറഞ്ഞിട്ട്. പക്ഷെ കുറച്ച് സമയം 8.5 വർഷം പോലെ മീഡിയ ഫ്രണ്ട്സ് ഞാൻ വാടക കോട്ടേഴ്സിൽ നിന്നിട്ടുണ്ട്. വാടക കോട്ടേഴ്സിൽ ഞാൻ എൻ്റെ ലൈഫിനകത്ത് അനുഭവിക്കാനുള്ളതോളം ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കറണ്ട് ബില്ല് അടക്കാത്തതിന്റെ പേരിൽ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛൻ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കറണ്ട് ബില്ല് അടച്ചു തന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ജോലി വളരെ കുറവായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ആകെയുള്ള ഹൗസ് ഡ്രൈവർ ജോലികൾ ഇതുകൊണ്ടൊക്കെ കിട്ടുന്നതിന് കണക്കുണ്ട്. 3 മക്കളെ പോറ്റലും കുടുംബത്തിനെ പുലർത്തലും സെയിം ടൈപ്പ് വാടക കൊടുക്കലും കറണ്ട് ബില്ലൊക്കെ 2 തലയും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ വന്ന സമയത്ത് എൻ്റെ ലൈഫിനകത്ത് ഞാൻ ആശ്രയിച്ച ഒരുപാട് പേരുണ്ടെന്ന് അവരെത്ര നന്ദി പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് ഞാൻ അതിനൊക്കെ അതിൻ്റെ 10 ഇരട്ടി ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അന്ന് എന്നെ സംബന്ധിച്ച് എന്നെ സഹായിച്ചത് പള്ളിയിലെ കമ്മിറ്റിക്കാരെ സഹായിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിൽ ഞാൻ 3-4 കിറ്റ് കിട്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിന് ഞാൻ എന്ത് കിട്ടിയത്. ഒരു കൊല്ലത്തിനുള്ള മുളകും മല്ലി എൻ്റെ വീട്ടിനകത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 4 വർഷം മുന്നേ വരെ റംസാന്റെ കിറ്റ് കിട്ടിയിട്ടാണ് ഞാനെൻ്റെ മക്കൾ ജീവിച്ചിരുന്നത്. പക്ഷെ ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ചെറിയ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റണം. എൻ്റെ വൈഫ് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പറയാറുണ്ട്. എപ്പോഴാണ് ഇതൊക്കെ ഒരു വീടൊക്കെ ആയതിനു ശേഷം അത് പറയുന്നത്. പക്ഷെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ റമദാൻ 74 കിറ്റ് മീഡിയ ഫ്രണ്ട്സ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധി ആയിരുന്നു ആക്ച്വലി ലൈഫിനകത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു പ്രതിസന്ധി എന്നാണ് ആക്ച്വലി ഞാൻ എന്ത് ചെയ്യണത് കടന്നു വരുന്നത്. ഇന്ന് നിങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഈ കോലത്തിലൊക്കെയാണ്. പക്ഷെ എൻ്റെ ലൈഫിനകത്ത് അപായി ചെരുപ്പ് ഇടാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ കോലത്തിലൊക്കെ ഞാൻ 4ാം ക്ലാസ് വരെയാണ് എൻ്റെ വിദ്യാഭ്യാസം. 4ാം ക്ലാസ്സിൽ ഞാൻ എത്തിയത് പറയും 7 വർഷം കൊണ്ടാണ് ഞാൻ എത്തിയത് 4ാം ക്ലാസ് വരെ. പക്ഷേ 7 വർഷം മോശക്കാരൻ എന്നെക്കാളും ഒരു പോയാൻ പറഞ്ഞുകൊണ്ട് അവൻ 8 വർഷം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓനെക്കാളും സാറല്ലേ പിന്നെ ഓൻ 8 വർഷം പിടിച്ചിട്ട് 4ാം ക്ലാസ്സിൽ ഞാൻ ഓനപ്പാടെ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഓനെക്കാളും ഒരു പ്രാവശ്യം സാറേ ഞാൻ നിങ്ങൾ